ജമ്മുകാശ്മീരിൽ പഹൽഗാം ആക്രമണം നടത്തിയ ഭീകരരും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടൽ. കുൽഗാമിലെ വനമേഖലയിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. ഭീകരബന്ധമുള്ള പ്രദേശവാസികൾക്കെതിരെ നടപടി തുടരുകയാണ്. ഭീകരർ ഉപയോഗിച്ചതായി സംശയിക്കുന്ന സാറ്റലൈറ്റ് ഫോണുമായി ബന്ധപ്പെട്ട് NIA അന്വേഷണം തുടരുന്നു. കഴിഞ്ഞ 5 ദിവസം നടത്തിയ തെരച്ചിലിനിടെ 4 തവണ സുരക്ഷാ സേന പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരുടെ തൊട്ടടുത്ത് എത്തിയതായാണ് വിവരം. ബൈസറിൽ നിന്ന് ഏതാണ്ട് 25 കിലോമീറ്റർ അകലെ ഹബത്നാർ ഗ്രാമത്തിനടുത്തുള്ള വനമേഖലയിലാണ് ഭീകരരെ ആദ്യം കണ്ടെത്തിയത്. തുടർന്ന് ഉൾക്കാട്ടിലേക്ക് രക്ഷപ്പെട്ട ഭീകരരും സുരക്ഷാ സേനയും തെക്കൻ കശ്മീരിലെ കുൽഗാമിൽ വീണ്ടും മുഖാമുഖം ഏറ്റുമുട്ടി. പിന്നീട് 2 തവണ കൂടി ഭീകരരെ കണ്ണെത്തും ദൂരത്ത് കണ്ടെങ്കിലും ഇടതൂർന്ന വനമേഖലയിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു. അതേസമയം ഭീകരരുടെ കൈവശം ഉണ്ടായിരുന്ന ഭക്ഷണം തീർന്നതായാണ് സൂചന. വനമേഖലയോട് ചേർന്ന ഒരു വീട്ടിൽ നിന്നും ഭീകരർ ഭക്ഷണം മോഷ്ടിച്ചതായി സുരക്ഷാ സേനയ്ക്ക് വിവരം ലഭിച്ചു. എന്നാൽ സേന എത്തിയപ്പോഴേക്കും ഭീകരർ കടന്നുകളഞ്ഞു. ഭീകരർ ഉടൻ തന്നെ പിടിയിലാകുമെന്ന പ്രതീക്ഷയിലാണ് സുരക്ഷാ സേന. ഇവർക്ക് പ്രാദേശിക സഹായം ലഭിക്കുന്നത് തടയാനായി ഭീകരബന്ധമുള്ള പ്രദേശവാസികളുടെ വീടുകളിൽ പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. അതേസമയം പഹൽഗാമിന് സമീപം ആക്രമണം നടന്ന പ്രദേശത്ത് ഉപയോഗിച്ചിരുന്നതായി കണ്ടെത്തിയ ഹുവാവേ സാറ്റലൈറ്റ് ഫോൺ കേന്ദ്രീകരിച്ച് NIA അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇന്ത്യയിൽ നിരോധിച്ച ഇവ പാകിസ്ഥാനിൽ നിന്നും എത്തിച്ചതായാണ് സംശയിക്കുന്നത്. നിരപരാധികളായ ഇന്ത്യക്കാരുടെ ചോര വീഴ്ത്തിയ നരാധമർ ഏത് കാട്ടിലൊളിച്ചാലും പകരം ചോദിക്കാൻ പുറകെയുണ്ട് നമ്മുടെ സേന. താഴ്വരയിൽ നിന്നും ഏത് സമയവും പ്രതീക്ഷിക്കാം ഒരു നിർണായക വാർത്ത. കുൽഗാമിൽ നിന്നും ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24.